ചുമ്മാ വീട്ടിൽ മടിയും പിടിച്ച് ആശ്രമത്തിൽ വേരുങ്ങളത്ത് സോഫയെ കുത്തിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫയർ ഉണ്ടായാലും എന്താണല്ലോ എഴുന്നേറ്റ് ഓടണ്ടേന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഇല്ല ഞാൻ ഒരിക്കലും ഓടില്ല, ഇവിടെ തന്നെ ഇരുന്ന് കരിഞ്ഞേക്കാന്ന്. അപ്പോൾ ദേ പുറത്തൊരു ചേട്ടൻ, ഇല്ല പെങ്ങളെ നിങ്ങളെ ഞാൻ കരിയാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് ഹോളിമ്പിൽ അടിച്ചു. കഴിഞ്ഞ ദിവസം സേയുടെ ക്ലിനിക്കിൽ പോയപ്പോൾ ഞാൻ മെഡിസിൻ ഹോം ഡെലിവറിക്കായിരുന്നു ഓപ്ഷൻ കൊടുത്തിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു മെഡിസിനും കൊണ്ട് വീട്ടിൽ വന്നാൽ ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് എന്തിൻ്റെ കെടുതിയായിരുന്നു. എന്നെ വേണമെങ്കിലും പുള്ളി എന്നെ എഴുന്നേപ്പിച്ചാൽ എന്നാൽ സലൂൺ വരെ പോയേക്കാന്ന് കരുതി അടുത്തുള്ള സലൂണിലോട്ട് വെച്ച് പിടിപ്പിച്ചു. എൻ്റെ പിരിവൊക്കെ ഒരുമാതിരി പടർന്ന് പന്തലിച്ച് പൊന്തമ്പുഴ വനം പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തോന്നാണ് ഇത് പിരികെന്ന് വെച്ചിട്ട് മീശമ്മേലാണല്ലോ കളിയുന്നത്. ഞാനൊന്ന് നഗ്നസത്യം പറയട്ടെ, ഒരുമാതിരി 80% പെൺകുട്ടികൾക്കും ഒരു പൊടിമീശയൊക്കെ ഉണ്ടെന്ന് എപ്പോഴത്തെ ഒരു മൂവി പറഞ്ഞിട്ടില്ലേ, പൊടിമീശക്കരയെ പെൺകുട്ടികളെ ആൺകുട്ടികൾക്ക് ഇഷ്ടമൊന്നും ഡോണ്ടികളെ. എന്നാലും വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ജേടിക്കുട്ടനാണ്ട് കുറേ കുപ്പിയും ഡെപ്പിയും പാട്ടൊക്കെ പറക്കി അവിടെ നിൽപ്പുണ്ട്. അമ്മ വാ നോക്ക് അൽവാദമോളി പോകാമെന്ന്. ജസ്റ്റ് എപ്പോഴും പറയും അമ്മയ്ക്കും മോനും അൽവാദമോളി പെറ്റിയടപ്പാണോ പണിയുന്നത്. ജഡുവിനാണെങ്കിൽ ഒരുമാതിരി അൽവാദമോളി പോകാമെന്ന് പറഞ്ഞാൽ അമ്മ വീട്ടിൽ പോകുന്നല്ലോ കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഈ ഒരു കാരണം പറഞ്ഞ് പോകാമല്ലോ, കുപ്പി റീസൈക്കിൾ ചെയ്യാനാണ്. ഈ കാരണം ഒന്ന് നിങ്ങൾ ജസ്റ്റോട് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, അൽവാദമോളി പോകാൻ ഓരോരോ കാരണങ്ങൾ.